നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ വിവിധ സെന്ററുകളിലെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനായി ആൽഫ തറവാട്ടിൽ പരിശീലന പരിപാടി നടത്തും. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പരിശീലന പരിപാടിയിൽ ആൽഫയുടെ എല്ലാ സെന്ററുകളിൽ നിന്നുമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ പങ്കെടുക്കും. നാളെ രാവിലെ 10 മുതൽ വൈകുന്നേരം 3 വരെയാണ് പരിശീലന പരിപാടി. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ജിതിൻ മാത്യു എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകും. സ്ഥാനാർബുദവും ട്യൂമറും ബാധിച്ച രോഗിക്കും കുടുംബത്തിനും ആവശ്യമായ പരിചരണോപാധികൾ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കി ആൽഫ നെടുമങ്ങാട് സെന്റർ. സെന്ററിന്റെ പരിചരണത്തിലുള്ള രോഗിയുടെ ഭർത്താവ് ഹൃദ്രോഗബാധിതനും കിടപ്പിലായ ആളുമായതിനാൽ കുടുംബം കടുത്ത ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്റേൺഷിപ്പിന്റെ ഭാഗമായ ഹോം കെയർ സന്ദർശനത്തിനിടയിലാണ് കുടുംബത്തിന്റെ ആവശ്യം മനസ്സിലായത്. ഇന്റേൺഷിപ്പിനെത്തിയ വിദ്യാർത്ഥിയായ അനന്തനാരായണൻ നായരുടെ ഇടപെടലിന്റെ ഭാഗമായി നെടുമങ്ങാട് ദർശന ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് സഹായം ലഭ്യമാക്കിയത്. ആൽഫ നെടുമങ്ങാട് സെന്റർ പ്രസിഡന്റ് നസീർ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഗൗരികൃഷ്ണ, ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥി അനന്തനാരായണൻ നായർ എന്നിവർ ചേർന്നാണ് സഹായം കുടുംബത്തിന് കൈമാറിയത്. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണവും പുതിയ പെൻഷൻ അപേക്ഷകർക്കായുള്ള കൂടിക്കാഴ്ചയും ട്രസ്റ്റ് ഓഫീസിൽ നടന്നു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ പുതിയ അപേക്ഷകരുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പ്രതിമാസ പെൻഷൻ ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികൾക്കായി നിർദ്ദേശിച്ചു. നിർധന കുടുംബങ്ങൾക്കായി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രതിമാസ പെൻഷൻ പദ്ധതി 30 വർഷമായി ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടരുകയാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.